ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കിടിലായിട്ടാണ് വന്നിരിക്കുന്നത്. അയില ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ആദ്യം ഒന്ന് മുള്ളൊന്ന് ഒഴിവാക്കിയെടുക്കണം. നമുക്കൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. തലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുള്ളില്ലാണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പീസാക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ 2 പീസാക്കി എടുക്കണം. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ മൊത്തം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ നീളത്തിലുള്ള പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പരമാവധി മുള്ളൊക്കെ മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മസാല പുരട്ടാൻ പോവാണ്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മസാല ഒന്ന് റെഡിയാക്കി വെക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശകലം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വെച്ച് കൊടുക്കണം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് നന്നായി തിരുമ്പി കൊടുക്കണം. അധികം പൊട്ടാണ്ട് നോക്കി തിരുമ്പണം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇനി നമുക്ക് ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള മാവൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിൽ ലേശം മൈദയാണ്. ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടലമാവാണിത്. ശകലം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലവറാണിത്. കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടതാണ്, അപ്പോൾ കാരണം കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മാവൊക്കെ ഇതേപോലെ നന്നായി സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണിത്. ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. വിറകൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാൻ പോവാണ്. അതിന് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നതാണ് കേട്ടോ. നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതേപോലെ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അതേപോലെ ഒന്ന് പൊരിച്ച് നന്നായിട്ട് വെക്കും. മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കും. നന്നായി ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്ന കളർ വന്നിട്ടുണ്ട്.
നമുക്കൊന്ന് കോരി ഒരു പാത്രത്തേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളൊരു ടേസ്റ്റ് നോക്കാൻ പോവാണ്. ടേസ്റ്റ് നോക്കി നോക്കും. സംഭവം ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റാണ്. അത് മുള്ളൊന്നും ഇല്ലാണ്ട് ഇതേമാതിരി വറുത്തെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും.